കൃത്യം ഒരു വർഷം മുമ്പ് ഇതേ ദിവസം ഇന്ത്യയുടെ ഹൃദയമിടിപ്പായ പഹൽഗാം താഴ്വരയിൽ നിന്ന് വന്നത് സന്തോഷത്തിൻ്റെ ചിരിയുടെ ശബ്ദങ്ങളായിരുന്നില്ല. അത് മരണത്തിൻ്റെ വെടിയൊച്ചുകളായിരുന്നു. അതിൻ്റെ നിലവിളികളായിരുന്നു. 2025 ഏപ്രിൽ 22 കശ്മീരിലെ പഹൽഗാമിൽ നടന്ന അതിക്രൂരമായ ഭീകരാക്രമണത്തിൽ ഇന്ത്യയുടെ മൊത്തം നെഞ്ചുലഞ്ഞു പോയിരുന്നു. 26 വിനോദസഞ്ചാരികൾ, നിരപരാധികളായ 26 വിനോദസഞ്ചാരികൾക്കാണ് അന്നവിടെ ജീവൻ നഷ്ടപ്പെട്ടത്. ഇന്ന് അതിൻ്റെ 1-ാം വാർഷികമാണ്. ഈ വാർഷികത്തിൽ നമ്മൾ നോക്കേണ്ട പല കാര്യങ്ങളുണ്ട്. എന്താണ് ഇപ്പോൾ പഹൽഗാമിലെ ജനങ്ങളുടെ അവസ്ഥ? എങ്ങനെയാണ് അവർ ജീവിച്ചു പോകുന്നത്? ദി വയർ പുറത്തുവിട്ട ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ടിലൂടെ നമുക്കതൊന്ന് പരിശോധിച്ച് നോക്കാം. ആദ്യം നമുക്ക് ആ ദുരന്തത്തെ തന്നെ ഓർക്കാം. പഹൽഗാമിലെ ബൈസ്രൻ പുൽമേടുകളിൽ വിനോദസഞ്ചാരികളെ ലക്ഷ്യമിട്ട് നടന്ന ആ ആക്രമണം കേവലം ഒരു ഭീകരാക്രമണം മാത്രമായിരുന്നില്ല. അത് സാധാരണക്കാരായ ഇന്ത്യക്കാരുടെ സുരക്ഷിതാ ബോധത്തിന് മേലേറ്റ ആഘാതമായിരുന്നു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും ഉത്തരേന്ത്യയിൽ നിന്നുള്ള വിനോദസഞ്ചാരികളായിരുന്നു. ഈ ആക്രമണം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ പൂർണ്ണമായി തകർത്തു. ഇതിനെ തുടർന്ന് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ എന്ന തിരിച്ചടി നടത്തുകയും ഭീകര താവളങ്ങൾ തകർക്കുകയും ചെയ്തു. പക്ഷേ ആ യുദ്ധമുന്നണികൾക്കപ്പുറം കശ്മീരിൻ്റെ ഉള്ളിൽ മറ്റൊരു നിശബ്ദ യുദ്ധം നടക്കുന്നുണ്ട്. അതിജീവനത്തിനായുള്ള യുദ്ധം. ദി വോയർ ലേഖനം ഇപ്പോൾ കശ്മീരിനെ വിളിക്കുന്നത് അദൃശ്യ പൂട്ടിലകപ്പെട്ട നാട് എന്നായിരുന്നു. ഒരു സമയത്ത് വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരുന്ന ഹോട്ടലുകളെല്ലാം ഇപ്പോൾ വിജനമാണ്. ഈ ലേഖനത്തിൽ തന്നെ നസീർ എന്നൊരാളുടെ കാര്യം പറയുന്നുണ്ട്. അയാളുടെ ഉമ്മയ്ക്ക് ഭയമാണ്. അവരുടെ മകൻ പുറത്തു പോയിട്ട് തിരിച്ചു വരുമോ, ജീവനോടെ തിരിച്ചു വരുമോ എന്ന ഭയം. ഇത് നസീറിൻ്റെ കാര്യം മാത്രമല്ല, അവിടുത്തെ ഡ്രൈവർമാരുടെയും കുതിരക്കച്ചവടക്കാരുടെയും കുതിരവണ്ടി ഓടിക്കുന്നവരുടെയും എല്ലാം ഭയം ഇത് തന്നെയാണ്. വിനോദസഞ്ചാരം താഴ്വരയുടെ നട്ടെല്ലായിരുന്നു. എന്നാൽ ആക്രമണത്തിന് ശേഷം സഞ്ചാരികളെ എണ്ണം കുത്തനെ കുറഞ്ഞു. മുമ്പ് ദിവസം 25,000 പേർ വന്നിരുന്നിടത്ത് ഇന്ന് 1000 പേർ പോലും എത്തുന്നില്ല. പഹൽഗാമിലേക്കുള്ള വഴിയിലൂടെ പോകാൻ പോലും വിനോദസഞ്ചാരികൾ ഇന്ന് ഭയപ്പെടുന്നു. ലേഖനം ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് കശ്മീരികൾ സ്വയം ഏർപ്പെടുത്തിയ മൗനം എന്നതിനെക്കുറിച്ച്. ഇന്നവർക്ക് പൊതുസ്ഥലങ്ങളിലോ അല്ലെങ്കിൽ കല്യാണ സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഘോഷ പരിപാടികളിലോ പോലും തുറന്ന് സംസാരിക്കാൻ ഭയമാണ്. കാരണം അവരൊക്കെ എപ്പോഴും നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന ഭയം അവരുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ഉൾവലിഞ്ഞ് ജീവിക്കാനാണ് ഇപ്പോൾ അവിടുത്തെ ജനങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പറയുന്നത് ആരെങ്കിലും കേൾക്കുന്നുണ്ടോ എന്ന ഭയം അവരെ നിശബ്ദരാക്കുന്നു. വിദ്യാഭ്യാസം, സാഹിത്യം, ആരാധന എന്നിങ്ങനെ സാധാരണ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സുരക്ഷ കർശനമാക്കിയിരിക്കുകയാണ്. സ്കൂൾ കവാടം മുതൽ പ്രാദേശിക ബേക്കറി വരെ നിരീക്ഷണ വലയത്തിലാണ്. ഭരണകൂടം ഇതിനെ മുൻകരുതൽ എന്ന് വിളിക്കുമ്പോൾ തങ്ങളുടെ സ്വകാര്യതയും സ്വാതന്ത്ര്യവും നഷ്ടപ്പെട്ടതായി കശ്മീരികൾക്ക് തോന്നുന്നു. ഭരണഘടനാ അനുച്ഛേദം 370 എടുത്തു കളഞ്ഞതിന് ശേഷം ഒരു നയാ കശ്മീർ ഉണ്ടാകുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ പഹൽഗാം ആക്രമണം ആ വാഗ്ദാനത്തിന് മേൽ കരിനിഴൽ വീഴ്ത്തിക്കഴിഞ്ഞു. സമാധാനം പുനഃസ്ഥാപിച്ചു എന്ന അവകാശങ്ങൾക്കിടയിലാണ് വിനോദസഞ്ചാരികൾ അന്ന് വെടിയേറ്റ് വീണത്. ആക്രമണത്തിന് ശേഷം സംശയത്തിൻ്റെ പേരിൽ 100 കണക്കിന് യുവാക്കളെ തടങ്കലിൽ വച്ചു, വീടുകൾ തകർത്തു. ഇത് കശ്മീരി യുവാക്കളിൽ കൂടുതൽ അകൽച്ചയും രോഷവും ഉണ്ടാക്കുന്നുണ്ടെന്ന് ലേഖനം ഓർമ്മിപ്പിക്കുന്നു. സമാധാനം എന്നത് തോക്കിൻ മുനയിലൂടെ മാത്രം കൊണ്ടുവരേണ്ട ഒന്നല്ല, മറിച്ച് ജനങ്ങളുടെ വിശ്വാസം നേടിയെടുത്താവണം ഇതെന്ന് താഴ്വര നമ്മളോട് പറയുന്നു. പഹൽഗാം ആക്രമണത്തിൻ്റെ 1-ാം വാർഷികത്തിൽ നാം അവിടെ കൊല്ലപ്പെട്ട മനുഷ്യരുടെ കുടുംബങ്ങൾക്കൊപ്പം നിൽക്കണം. അതുപോലെ തന്നെ പഹൽഗാമിൽ ജീവിക്കുന്ന മനുഷ്യർക്കൊപ്പവും നമ്മൾ നിൽക്കുകയും വേണം. അവർക്ക് തുറന്ന് സംസാരിക്കാനും പട്ടിണിയില്ലാതെ ജീവിക്കാനും കഴിയണം. എന്ന് ഈ നിശബ്ദ പൂട്ട് അവിടെ നിന്ന് മാറും എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കാരണം അതും നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായ ഒരു പ്രദേശം തന്നെയാണ്.